വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ ലൂക്ക രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 19, 11 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. 10 നാണയങ്ങളുടെ ഉപമ. അവർ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ തുടർന്ന് ഒരു ഉപമ പറഞ്ഞു. കാരണം അവൻ ജെറൂസലേമിന് സമീപത്തായിരുന്നു. ദൈവരാജ്യം ഉടൻ വന്നു ചേരുമെന്ന് അവർ വിചാരിക്കുകയും ചെയ്തിരുന്നു. അവൻ പറഞ്ഞു, ഒരു പ്രഭു രാജപദവി സ്വീകരിച്ച് തിരിച്ചു വരാൻ വേണ്ടി ദൂരദേശത്തേക്ക് പോയി. അവൻ ഭൃത്യന്മാരിൽ 10 പേരെ വിളിച്ച് 10 നാണയങ്ങൾ അവരെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ തിരിച്ചു വരുന്നത് വരെ നിങ്ങൾ ഇതുകൊണ്ട് വ്യാപാരം ചെയ്യുവിൻ. അവന്റെ പൗരന്മാർ അവനെ വെറുത്തിരുന്നു. ഈ മനുഷ്യൻ ഞങ്ങളെ ഭരിക്കാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന നിവേദനവുമായി അവർ ഒരു പ്രതിനിധി സംഘത്തെ അവന്റെ പിന്നാലെ അയച്ചു. എന്നാൽ അവൻ രാജപദവി സ്വീകരിച്ച് തിരിച്ചു വന്നു. താൻ പണമേൽപ്പിച്ചിരുന്ന ഭൃത്യന്മാർ വ്യാപാരം ചെയ്ത് എന്ത് സമ്പാദിച്ചുവെന്ന് അറിയുന്നതിന് അവരെ വിളിക്കാൻ അവർ കൽപ്പിച്ചു. ഒന്നാമൻ വന്നു പറഞ്ഞു, യജമാനനെ, നീ തന്ന നാണയം 10 കോടി നേടിയിരിക്കുന്നു. അവൻ പറഞ്ഞു, കൊള്ളാം, നല്ലവനായ ഭൃത്യ. ചെറിയ കാര്യത്തിൽ വിശ്വസ്തനായിരുന്നത് കൊണ്ട് 10 നഗരങ്ങളുടെ മേൽ നീ അധികാരിയായിരിക്കും. രണ്ടാമൻ വന്നു പറഞ്ഞു, യജമാനനെ, നീ തന്ന നാണയം 5 കോടി നേടിയിരിക്കുന്നു. യജമാനൻ അവനോട് പറഞ്ഞു, 5 നഗരങ്ങളുടെ മേൽ നീ അധികാരിയായിരിക്കും. വേറൊരുവൻ വന്നു പറഞ്ഞു, യജമാനനെ, ഞാൻ തുണിയിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചിരുന്ന എന്റെ നാണയം ഇതാ. നിന്നെ എനിക്ക് ഭയമായിരുന്നു, കാരണം നീ കർക്കശനും വെക്കാത്തത് എടുക്കുന്നവനും വിതയ്ക്കാത്തത് കൊയ്യുന്നവനുമാണ്. അവൻ പറഞ്ഞു, ദുഷ്ടഭൃത്യ, നിന്റെ വാക്കുകൊണ്ട് തന്നെ നിന്നെ ഞാൻ വിധിക്കും. ഞാൻ കർക്കശനും വെക്കാത്തിടത്ത് എടുക്കുന്നവനും വിതയ്ക്കാത്തിടത്ത് കൊയ്യുന്നവനുമാണെന്ന് നീ അറിഞ്ഞിരുന്നല്ലോ. പിന്നെ നീ എന്തുകൊണ്ട് പണമിടപാടുകാരെ എന്റെ പണം ഏൽപ്പിച്ചില്ല? എങ്കിൽ ഞാൻ മടങ്ങി വന്നപ്പോൾ പലിശയോടുകൂടെ അത് തിരിച്ചു വാങ്ങാമായിരുന്നില്ലേ? അവൻ ചുറ്റും നിന്നിരുന്നവരോട് പറഞ്ഞു, അവനിൽ നിന്ന് ആ നാണയം എടുത്ത് 10 നാണയമുള്ളവന് കൊടുക്കുക. അവർ അവനോട്, യജമാനനെ, അവന് 10 നാണയമുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളോട് പറയുന്നു, ഉള്ളവന് കൊടുക്കപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുകൂടി എടുക്കപ്പെടും. ഞാൻ ഭരിക്കുന്നത് ഇഷ്ടമില്ലാതിരുന്ന എന്റെ ശത്രുക്കളെ ഇവിടെ കൊണ്ടുവന്ന് എന്റെ മുൻപിൽ വെച്ച് കൊന്നുകളയുവിൻ. സ്വർഗരാജ്യത്തിലെ പൗരന്മാർക്കുണ്ടാകേണ്ട ജീവിതശൈലി. യേശുവിന്റെ ഭാവനയിലുള്ള ദൈവരാജ്യത്തിലെ പൗരന്മാർ എപ്രകാരമുള്ള ജീവിതശൈലി സ്വീകരിക്കണം എന്നും അവരുടെ ചിന്താരീതി എന്തായിരിക്കണമെന്നും സൂചിപ്പിക്കുന്ന ഒരു സുവിശേഷ ഭാഗമാണ് ഇന്നത്തേത്. ഇതിൽ സ്വർഗരാജ്യത്തിലെ പൗരന്മാർ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന സാഹചര്യങ്ങളോട് ഉത്തരവാദിത്വപൂർണമായ രീതിയിൽ ഉള്ള ഒരു സമീപനം സ്വീകരിക്കേണ്ടതാണ് എന്ന് വ്യക്തമാക്കപ്പെടുന്നുണ്ട്. ഈ ഉത്തരവാദിത്വ ബോധത്തിൽ ജീവിത സാഹചര്യങ്ങളെ ക്രിയാത്മകമായും ഉന്മേഷത്തോടുകൂടിയും ഉത്പാദനക്ഷമതമായിട്ടും നാം കൈകാര്യം ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന സൂചന യേശു ഇന്നത്തെ സുവിശേഷത്തിൽ പറഞ്ഞ കഥയിൽ വ്യക്തമാണ്. 10ഉം 5ഉം നാണയങ്ങൾ കൈപ്പറ്റിയ ഭൃത്യന്മാർ അവർ അവരുടേതായിട്ടുള്ള ഭാവന അനുസരിച്ച് ക്രിയാത്മകമായി അത് വിനിയോഗം ചെയ്ത് ഉത്പാദനക്ഷമതമാക്കിയപ്പോൾ ആ ഭൃത്യന്മാരെ അഭിനന്ദിക്കുന്ന രാജാവിനെയാണ് യേശു നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എന്നാൽ 2 നാണയം കിട്ടിയ ആ ഭൃത്യൻ ഒരു തരം അലസ മനോഭാവം സ്വീകരിക്കുകയും നീതീകരണ പ്രക്രിയയിൽ ഏർപ്പെടുകയും ചെയ്യുന്നതായിട്ട് നാം കാണുന്നു. ഈ ഭൃത്യൻ സ്വീകരിക്കാനിടവന്ന അലസ മനോഭാവവും നീതീകരണ ശൈലിയും ആ ഭൃത്യന് തന്നെ വിനാശത്തിനും ദുരന്തങ്ങൾക്കും വഴിതെളിക്കുന്നതായിട്ടും സുവിശേഷം വ്യക്തമാക്കുന്നു.
കഠിനമായ ശിക്ഷ വരുത്തിവെക്കാൻ ഇടവരുത്തുന്ന സാഹചര്യമാണ് ഈ നീതീകരണ പ്രക്രിയ കൊണ്ട് ആ ഭൃത്യൻ കൈവരുത്തുന്നത് എന്നുള്ളതാണ് യേശു പറഞ്ഞ കഥയിൽ നിന്ന് വ്യക്തമാകുന്നത്. അതുകൊണ്ട് സ്വർഗരാജ്യത്തിലെ പൗരന്മാർ എന്ന രീതിയിൽ യേശു ഭാവനം ചെയ്യുന്ന വ്യക്തികൾക്ക് ജീവിതത്തോട് ഉത്തരവാദിത്വപൂർണമായ ഒരു സമീപന രീതിയും ആ ഉത്തരവാദിത്വ ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രിയാത്മകമായി ഉൽപാദനക്ഷമമായി ഉത്സാഹപൂർവം കാര്യങ്ങൾ വ്യയം ചെയ്യാനുള്ള ഒരു സന്നദ്ധതയും ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്ന് സുവിധമാണ്. എന്നാൽ മറിച്ച് അലസമനോഭാവവും അതിനോടനുബന്ധിച്ചുള്ള നീതീകരണവും അസൂയയും മനുഷ്യനെ പ്രവർത്തന നിരതമാക്കുന്നില്ല എന്ന് തന്നെയല്ല, അത്തരം മനോഭാവങ്ങള് സ്വർഗരാജ്യത്തിലെ പൗരന്മാരിൽ നിന്ന് പുറത്താക്കപ്പെടാൻ പോലും ഇടയാക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ ഉതകുന്നു എന്നുള്ള സത്യമാണ് യേശു ഇന്നത്തെ സുവിശേഷത്തിലൂടെ പഠിപ്പിക്കുന്നത്. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി ജീവിതത്തിൽ ഉന്മേഷഭരിതമായി സാധിക്കുന്ന അത്ര കണ്ട് ബോധത്തോടും വിവേകത്തോടും കൂടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അഭ്യസിക്കേണ്ടിയിരിക്കുന്നു എന്ന സത്യം നമുക്ക് ഗ്രഹിച്ചെടുക്കാൻ ശ്രമിക്കാം.